പിണറായിയുടെ പത്മകുമാർ ഒട്ടുമേ നിഷ്കളങ്കനല്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മുതൽ കിണ്ടി വരെ എന്തെല്ലാം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അതൊക്കെ ഈ നിഷ്കുവിൻ്റെ അറിവോടെ അനുഗ്രഹ ആശിസ്സുകളോടെ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല SITക്ക്. ഇനി വാസുവിൻ്റെ പിന്നാലെ പത്മകുമാർ നേരെ ജയിലിലേക്ക്. ജാമ്യം കിട്ടി പിന്നെ സുഖിക്കാമെന്ന് കരുതിയാൽ കേന്ദ്രം വിടില്ലല്ലോ. സ്വർണ്ണക്കൊള്ളയിൽ കടുത്ത നടപടിയെടുക്കാൻ കേന്ദ്ര എൻഫോഴ്സ്മെൻറ്റ് വകുപ്പിന് അമിത്ഷാ ഉടൻ തന്നെ നിർദ്ദേശം നൽകും. കാരണം ശബരിമലയിൽ നടന്നിരിക്കുന്നത് പച്ചയ്ക്ക് നടന്ന സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അപ്പോൾ പിന്നെ ജയിൽവാസമാകും ഇനി അങ്ങോട്ട്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണമടിച്ചു വിറ്റ് കാശാക്കിയവർക്കെല്ലാം ഇനി ജയിൽവാസം അനുഭവിക്കാം. ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവിലും സുധീഷ് കുമാറിലും N വാസുവിലും മാത്രം ഒതുങ്ങി അന്വേഷണം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ SITക്കാകില്ല. അതവർക്ക് വ്യക്തമായി അറിയാം. അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായതിനാൽ പ്രതികളെ ആരെയും സംരക്ഷിക്കാനും SITക്ക് സാധിക്കില്ല, സർക്കാരിന് പോലും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിൻ്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ SITക്ക് വ്യക്തമായി ലഭിച്ചു കഴിഞ്ഞു. സ്വർണ്ണം ചെമ്പാക്കാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പോറ്റിക്കും മറ്റു കൂട്ടൾക്കുമൊപ്പം നിന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് SITക്ക് ലഭിച്ചത്. SIT പിടിച്ചെടുത്ത ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ് ഈ തെളിവുകളെല്ലാം ഉള്ളത്. ബോർഡ് അംഗമായ ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരുടെ സ്വർണ്ണക്കൊള്ളയിലെ പങ്ക് തെളിയിക്കുന്നതാണ് പിടിച്ചെടുത്ത രേഖകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പത്മകുമാർ വൻ നേട്ടങ്ങളുണ്ടാക്കിയെന്നും ഇതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ വരെ SIT ചികഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ രേഖകൾ ആവശ്യപ്പെട്ട് SIT തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയെങ്കിലും ബോർഡ് അന്വേഷണത്തോട് സഹകരിച്ചിരുന്നേയില്ല. തുടർന്നാണ് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തത്. കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട് 2019 ഫെബ്രുവരിയിലാണ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത്. ഇതിനു മുമ്പ് ഒരു ബോർഡ് യോഗം ചേർന്നിരുന്നു. ഈ മിനിറ്റ്സിലാണ് പത്മകുമാറും ശങ്കർദാസും അടക്കമുള്ളവർ ഒപ്പിട്ടത്. എന്നിട്ട് മാർച്ചിലാണ് സ്വർണ്ണക്കട്ടളപ്പാളി ഉണ്ണികൃഷ്ണൻ പോയിൻ്റെ കൈവശം സുരക്ഷിതമായി കൊടുത്തുവിടുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡിന് കൃത്യമായ പങ്ക് ഈ സ്വർണ്ണക്കടത്തിൽ കട്ടളപ്പാളി ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ സംഭവത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പിടിച്ചെടുത്ത രേഖകൾ. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുകളാണ് ഇപ്പോൾ ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കുന്നത്. അതിനാൽ എങ്ങനെ നോക്കിയാലും ബോർഡ് പ്രതിക്കൂട്ടിൽ തന്നെയാണ്. പത്മകുമാർ ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനും നീക്കമുണ്ടാകും. ശങ്കർദാസിൻ്റെ അറസ്റ്റും ഉടനുണ്ടാകും. എന്തായാലും അന്നത്തെ ദേവസ്വം സെക്രട്ടറി A. ജയശ്രീ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതോടെ ആ ദേവസ്വം ബോർഡിലെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും നയപരമായ കാര്യങ്ങളിൽ മിനിറ്റ്സിൽ ഒപ്പുവയ്ക്കുകയും ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരും കുടുങ്ങുമെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്ത ആരെയും വെറുതെ വിടില്ല എന്ന തീരുമാനത്തിലാണ് SIT. പക്ഷേ SITക്ക് എന്തെങ്കിലും പിഴവുണ്ടായാൽ അതിൽ പിടിമുറുക്കാൻ കേന്ദ്രവും വ്യക്തമായ നിർദ്ദേശം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട്.